ട്രാഫിക് നിയമലംഘനങ്ങൾക്ക് ചുമത്തുന്ന പിഴത്തുക അടയ്ക്കാത്തവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള ആലോചനയിൽ കേന്ദ്രം. ഈ ചലാൻ ലഭിച്ച 3 മാസത്തിനകം പിഴത്തുക അടച്ചില്ലെങ്കിലാണ് ഈ നടപടി നേരിടേണ്ടി വരുന്നത്. ഒരു സാമ്പത്തിക വർഷം 3 ഈ ചലാനുകൾ അവഗണിക്കുന്നവരുടെ ലൈസൻസ് കണ്ടുകെട്ടിയേക്കും. 90 ദിവസത്തിനകം പിഴയടച്ചില്ലെങ്കിൽ കരിമ്പട്ടികയിൽ പെടുത്തുന്നതാണ് നിലവിലെ രീതി. ഇതാണ് ഡ്രൈവിംഗ് ലൈസൻസോ RCയോ റദ്ദാക്കുന്ന തരത്തിലേക്ക് നീങ്ങുന്നത്. പിഴത്തുക അവഗണിക്കുകയും നിയമലംഘനം ആവർത്തിക്കുകയും ചെയ്യുന്ന പ്രവണത വ്യാപകമായ പശ്ചാത്തലത്തിലാണ് കർശന നടപടിയുടെ നീക്കം. ഇതിനായി മോട്ടോർ വാഹന നിയമങ്ങളിലും ചട്ടങ്ങളിലും മാറ്റം വരുത്തേണ്ടി വരും. ആധുനിക സംവിധാനങ്ങളുടെ സഹായത്തോടെ ഗതാഗത മാനേജ്മെന്റ് കർശനമാക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. 2 ഈ ചലാനുകളിൽ പിഴയടയ്ക്കാനുണ്ടെങ്കിൽ വണ്ടിയുടമയിൽ നിന്ന് ഉയർന്ന ഇൻഷുറൻസ് പ്രീമിയം ഈടാക്കുന്നതും പരിഗണിക്കുന്നു. ഇൻഷുറൻസ് കമ്പനികളുമായി കൂടിയാലോചനകൾ തുടങ്ങിയെന്നാണ് സൂചന. പിഴ വിവരം അറിയില്ലെന്നും RTO ഓഫീസിൽ ബന്ധപ്പെടുമ്പോൾ മാത്രമാണ് ഇക്കാര്യം അറിയുന്നതെന്നും പരാതി ശക്തമാണ്. അതിനാൽ പണം അടയ്ക്കും വരെ വാഹനോടമയുടെ ഡ്രൈവറുടെയും മൊബൈൽ നമ്പറുകളിലേക്ക് തുടർച്ചയായി മെസ്സേജ് അയക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തുന്നതും ആലോചിക്കുന്നുണ്ട്. ഇതിനായി വാഹനോടമകളും ഡ്രൈവർമാരും തങ്ങളുടെ മൊബൈൽ നമ്പർ പരിവാഹൻ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്ന തരത്തിൽ പുതിയ ക്രമീകരണം ഏർപ്പെടുത്തും. ഈ ചലാനുകൾ നൽകുന്ന കേസുകളിൽ 40.25% പേർ മാത്രമാണ് പിഴ അടയ്ക്കുന്നത്. ട്രാഫിക് ഫൈനുകളുടെ കമ്പ്യൂട്ടർ വൽകൃത രൂപമാണ് ഈ ചലാൻ. ഇത് രജിസ്റ്റേർഡ് മൊബൈൽ ഫോണിലേക്ക് വരും. വെബ്സൈറ്റിലൂടെയും തുകയടയ്ക്കാം. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും അടയ്ക്കാം. ട്രാഫിക് പോലീസ് സ്റ്റേഷനുകളിൽ സജ്ജമാക്കിയിട്ടുള്ള കൗണ്ടറുകളിലെത്തി നേരിട്ടും പണം അടയ്ക്കാൻ സാധിക്കും. അമിത വേഗത, റെഡ് സിഗ്നൽ അവഗണിച്ച് കുതിക്കുക തുടങ്ങിയ ട്രാഫിക് നിയമലംഘനങ്ങൾക്ക് 3 ദിവസത്തിനകം ഡ്രൈവർക്കോ വാഹന ഉടമയ്ക്കോ ഈ ചലാൻ അയക്കും. 30 ദിവസത്തിനകം പണം അയക്കുകയോ നിയമ നടപടി സ്വീകരിക്കുകയോ ചെയ്യണം. നിയമ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കുറ്റം സമ്മതിച്ചതായി കണക്കാക്കും. അതേസമയം നിയമലംഘനങ്ങൾക്ക് പിഴ ഈടാക്കുന്നതിൽ മുന്നിലാണെങ്കിലും ഇത് പിരിച്ചെടുക്കുന്നതിൽ പല സംസ്ഥാനങ്ങളും പിന്നിലാണെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. ചുമത്തുന്ന പിഴയിൽ 14% പിരിച്ചെടുക്കുന്ന ഡൽഹിയാണ് ഏറ്റവും പിന്നിൽ. കർണാടക, തമിഴ്നാട്, ഉത്തർപ്രദേശ്, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളാണ് കൂട്ടത്തിലുള്ളത്. രാജസ്ഥാൻ, ബീഹാർ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങൾ പിഴത്തുക പിരിച്ചെടുക്കുന്നതിൽ മുന്നിലാണെന്നും റിപ്പോർട്ടുണ്ട്. 2025 വരെയുള്ള കണക്കുകൾ അനുസരിച്ച് രാജ്യത്ത് 40,548 കോടി രൂപയാണ് ട്രാഫിക് പിഴയിനത്തിൽ ചുമത്തിയത്. ഇതിൽ 16,324 കോടി രൂപ മാത്രമാണ് പിരിച്ചത്. ആളുകൾ പിഴത്തുക അടയ്ക്കാത്തതിന് നിരവധി കാരണങ്ങളാണ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നത്. കൃത്യസമയത്ത് അറിയിപ്പ് ലഭിക്കാത്തതും തെറ്റായ പിഴയും ഇതിൽ ഉൾപ്പെടുന്നു. ഇത് കണക്കിലെടുത്ത് ട്രാഫിക് നിയമലംഘനം സംബന്ധിച്ച അറിയിപ്പുകൾ കൃത്യമായി ലഭ്യമാക്കാൻ സർക്കാർ വിപുലമായ സംവിധാനം ഒരുക്കാനുള്ള നീക്കത്തിലാണ്. പിഴ കൊടുക്കുന്നത് വരെ കൃത്യമായ റിമൈൻഡറുകൾ അയക്കാനും പദ്ധതിയുണ്ട്. നിയമലംഘനമുണ്ടായി 3 ദിവസത്തിനുള്ളിൽ തന്നെ ഇത് സംബന്ധിച്ച അറിയിപ്പെത്തും. അടുത്ത 30 ദിവസത്തിനുള്ളിൽ പിഴത്തുക അടയ്ക്കണം. അല്ലെങ്കിൽ ഇതിനെതിരെ കോടതിയെയോ ഉന്നത അധികാരികളെയോ സമീപിക്കാം. 30 ദിവസത്തിനുള്ളിൽ കോടതിയെ സമീപിച്ചില്ലെങ്കിൽ കുറ്റം സമ്മതിച്ചതായി കണക്കാക്കി 90 ദിവസത്തിനുള്ളിൽ പണമടച്ചില്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസോ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റോ സസ്പെൻഡ് ചെയ്യാനാണ് സർക്കാർ ഒരുങ്ങുന്നത്. ട്രാഫിക് പിഴ സംബന്ധിച്ച പരാതികൾ 30 ദിവസത്തിനുള്ളിൽ പരിഹരിക്കാനും അല്ലെങ്കിൽ പിഴ ശിക്ഷ ഒഴിവാക്കാനും സർക്കാർ ആലോചിക്കുന്നുണ്ട്. വാഹനത്തിന്റെ RC, ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവയിൽ കൃത്യമായ മൊബൈൽ നമ്പർ ചേർക്കാൻ നിശ്ചിത സമയം അനുവദിക്കുമെന്നും റിപ്പോർട്ടിലുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.